മുടിയില്ല മറയില്ല. വെളുത്ത വിടവ് ദൂരെ കാണുന്നത് റോക്ക് ബീച്ച്, കടലാണ്. ജനങ്ങൾ ആശ്രമത്തിലേക്ക് നിറഞ്ഞു വരുന്നതാണ്. ഇതാണ് ആശ്രമത്തിൻ്റെ ഗേറ്റ്. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടാൽ ശരിപ്പുരയിട്ട് അതിനകത്ത് കയറാൻ പാടില്ല. ഈ ആശ്രമത്തിൻ്റെ അകത്തുള്ളവർ പറയുന്നത് ഈ ആശ്രമമാണ് ഇതിന് ഈ പ്രദേശത്തിൻ്റെ നിശബ്ദതയ്ക്കും ശാന്തതയ്ക്കും സ്പിരിച്വാലിറ്റിക്കും കാരണം. ഇതൊക്കെ ഈ ആശ്രമത്തിൻ്റെ തന്നെ ബിൽഡിങ്. ഇവിടുന്ന് ഒരുപാട് ഇവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലോകമൊട്ടാകെ വിൽക്കപ്പെടുന്നുണ്ട്. അതിന് പല ഷോപ്പുകൾ ഇതിൻ്റെ പരിസരത്തിലേക്ക്. ഇതാണ് ആശ്രമം. ഈ ശ്രീ അരബിന്ദോയും അദ്ദേഹത്തിൻ്റെ മദർ, സ്പിരിച്വൽ മദറും കവകട ആക്കിയിരിക്കുന്നത് ഇവിടെയാണ്. സത്യം ഞാൻ ഇവിടുന്ന് പോകാമെന്നാണ്. ഇവിടെ എത്ര 2 ദിവസം കാണാനാണോ 5 ദിവസം കാണാനാണെന്ന് ആളുകൾ ചോദിക്കുന്നില്ല. സത്യത്തിൽ ഇവിടെ പൈസ ഉണ്ടെങ്കിൽ 1 മാസം നിന്നാൽ അത്രയ്ക്കും രസമാണ്. ഈ ഫ്രഞ്ച് ആർക്കിടെക്ചർ ഈ പീസ്ഫുൾനെസ്സിന് ഒരു കാരണമാണ്. പ്ലസ് ഈ ശ്രീ അരബിന്ദോ സ്പിരിച്വാലിറ്റിയിൽ കുറേയും ഒരു വെസ്റ്റേൺ. ഹീസ് ഫ്രം ബംഗാൾ. പിന്നെ ഈ അവരുടെ സ്പിരിച്വൽ മദർ ഫ്രഞ്ചുകാരിയാണ്. ഓക്കെ, ഒരാൾ എന്നെ കണ്ടപ്പോൾ മുഖം ബാഗ് കൊണ്ട് മറിക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോന്നു. ഈ സ്ഥലത്തൊന്നും എന്താ ഒരു സ്വാമി ഈ സ്ഥലത്ത് സത്യം പറഞ്ഞ് പോകുന്നില്ല. ആ മരത്തിൻ്റെ ചുവട്ടിലൊരാൾ നിൽക്കുള്ളൂ. അവിടെയാണ് ചെരുപ്പ് സ്വീകരിക്കേണ്ടത്. കണ്ടത് തന്നെ അങ്ങേറ്റത്ത് ബീച്ച്.